മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട കരുമാൻതോട് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ ഒരു കുട്ടിയെ കാണാനില്ല. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുന്നു. നേരത്തെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആദിലക്ഷ്മി മരിച്ചിരുന്നു. പാമ്പിനെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞത്. പത്തനംതിട്ട കരുമാൻതോട് കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ ഒരു കുട്ടിയെ കാണാനില്ല എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഏകദേശം വൈകുന്നേരം 6 മണിയോട് തന്നെ ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 8 വയസ്സുകാരി ആദിലക്ഷ്മി മരിച്ചിരുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ ഈ വണ്ടിയിലിരുന്ന അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയിലിരുന്ന കുട്ടികളെയെല്ലാം തന്നെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പാമ്പിനെ കണ്ടതിനെ തുടർന്നാണ് ഈ ഓട്ടോറിക്ഷ വെട്ടിച്ചത്. അത് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. വൈകുന്നേരം തന്നെ ഒരു കുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത വന്നു. ഇപ്പോൾ ആ വാഹന അപകടത്തിൽ അല്ലെങ്കിൽ ഓട്ടോ മറിഞ്ഞതിൽ നിന്ന് 4 വയസ്സുകാരനായ യദു കൃഷ്ണനെ കാണാനില്ല എന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. കുട്ടിക്കായുള്ള തിരച്ചിൽ ഫയർഫോഴ്സും നാട്ടുകാരും അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് കുട്ടിയെ തിരയുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തായാണ് ഓട്ടോ മറിഞ്ഞു വീണത്. ഒരു താഴ്ചയിലേക്കാണ് വീണിരിക്കുന്നത്. കുട്ടി ഇനി കാട്ടിലെങ്ങാനും അല്ലെങ്കിൽ ആ താഴ്ചയിൽ വീണ സമയത്ത് കാടുകളിൽ ുണ്ടോ എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. 6 കുട്ടികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. 5 കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പത്തനംതിട്ട കരുമാൻതോട് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓട്ടോറിക്ഷയിൽ മൊത്തം 6 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 5 കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതിൽ ഒരു കുട്ടി വൈകുന്നേരം തന്നെ ആദിലക്ഷ്മി മരിച്ചിരുന്നു. പക്ഷേ 6 കുട്ടികളിൽ ഒരാളെ കാണാനില്ലായിരുന്നു. 4 വയസ്സുകാരനെ യദു കൃഷ്ണനെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരുമെല്ലാം സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ്. കുട്ടി കാടിനുള്ളിൽ എങ്ങാനും പെട്ടുപോയിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണ സംഘം അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുന്നു. കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. 6 കുട്ടികളിൽ 5 കുട്ടികളെ മാത്രം ആശുപത്രിയിൽ എത്തിച്ചു. യദു കൃഷ്ണനാണ് ഈ 6ാമനായ കാണാതായിരിക്കുന്ന കുട്ടി. 4 വയസ്സുകാരനാണ്. 5 പേരിൽ ഒരാള് ഇന്ന് വൈകുന്നേരം മരിച്ചിരുന്നു. ആദിലക്ഷ്മിയാണ് മരിച്ചത്. എന്തായാലും 4 വയസ്സുകാരനായ യദു കൃഷ്ണനായുള്ള തിരച്ചിൽ തുടരുകയാണ്.